അളിയ ഫ്രെഡ് ഇവിടത്തെ ഒരു ബോംബെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ട് അളിയ. ഒന്ന് ബോംബെ എത്തും. ഇവിടെ എന്താ വേണ്ടേ? ബ്രോ നമ്മുടെ മറ്റേ സോഫ്റ്റ് ആൻഡ് യമ്മി ബോംബെ ബ്രെഡ് ടോസ്റ്റ്. ബ്രോ നിങ്ങൾ ഈ ബോംബെ ടോസ്റ്റ് ഉണ്ടല്ലോ, ഇത് എന്തിട്ടാ ഉണ്ടാക്കുന്നത്? ബ്രെഡും പോലും മുട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോഴേ താൻ അടുക്കളയിൽ പോയിട്ട് ഒരു ബോംബെ ബ്രെഡ് ടോസ്റ്റ് എടുത്തിട്ടോ. താൻ ഈ ഹോട്ടലിൽ ഫ്രഞ്ച് ബ്രെഡ് ടോസ്റ്റ് എന്നാണ് ഓർഡർ ചെയ്യാറ്. എടോ ഈ ഫ്രാങ്കോ ഫ്രാൻസിൽ പോയിട്ട് കൊണ്ട് നല്ല ഫ്രഞ്ച് കിസ് അടിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അവിടെ ചെന്നിട്ട് പോലും ഞാൻ ഫ്രഞ്ച് ബ്രെഡ് ടോസ്റ്റിനെ ഓർഡർ കൊടുത്തിട്ടുള്ളൂ. ഞാനിപ്പോ മര്യാദക്ക് അടുക്കളയിൽ ചെന്നിട്ടേ ഒരു ബോംബെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോവാ. എടാ ഫ്രാങ്കോ, അപ്പൊ നീ മാഗി നൂഡിൽസ് വിത്ത് മാഗി എന്നാണ് പറയുന്നത്? താനിപ്പോ അടുക്കളയിൽ ചെന്നിട്ട് എനിക്ക് നല്ല അസല് ഫ്രഞ്ചൈസ് തന്നില്ലെങ്കിൽ, അതല്ല, താനിപ്പോ അടുക്കളയിൽ ചെന്നിട്ട് നല്ല മൊരിഞ്ഞ ബോംബെ ബ്രെഡ് ടോസ്റ്റ് എനിക്ക് എടുത്തോണ്ട് വന്നില്ലെങ്കിൽ തന്റെ കടയുടെ ഷട്ടർ ഇടും. ഈ കടയുടെ ഷട്ടർ എന്ന് ഇടുന്ന ഇന്ന് സാർ ഇട്ട് നോക്കോ. സാർ ഇന്ന് അത് ഇടുകയും ചെയ്യും, ബ്രെഡ് ടോസ്റ്റ് കഴിക്കുകയും ചെയ്യും. താൻ എന്നെ കഴിപ്പിക്കോ? കലഹരുത്. സംഘടന ഒന്നിനും ഒരു പരിഹാരമല്ല. പിന്നെ ഇവിടെ ബോംബെ ടോസ്റ്റും ഇല്ല, ബോംബെ ബ്രെഡ് ടോസ്റ്റ് ഇല്ല. എയർ ഫ്രയറിൽ എല്ലാം പറഞ്ഞാ. ഇവിടെ കട്ട്ലറ്റ് ഉണ്ടോ? ചിക്കൻ വേണോ വെജ് വേണോ? എനിക്കൊരു നോൺ വെജ് ചിക്കൻ കട്ട്ലറ്റ്. ചിക്കൻ കട്ട്ലറ്റ് അതെന്താടോ ചിക്കൻ കട്ട്ലറ്റ് നോൺ വെജ് അല്ലേ? ഇവിടുത്തേതല്ല ചേട്ടാ, അന്ന് എനിക്കൊരു വെജ് കട്ട്ലറ്റ് വിത്ത് ചിക്കൻ.